എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 15-ാമത്തെ അധ്യായത്തിലെ ലാസ്റ്റ് പാർട്ടാണ്. എന്നുവെച്ചാൽ ഈ ചാപ്റ്റർ അത്രയും വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് അതിനെ 4 വീഡിയോ ആയിട്ട് മാറ്റിയിട്ടത്. എന്നിട്ടും തന്നെ ഇന്നത്തെ ഇതിൽ ഒരു 10-25 പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം തന്നെ നമ്മൾ നല്ല സ്പീഡിലൊന്ന് നോക്കാൻ ശ്രമിക്കാം. അതായത് ഈ മെഡിറ്റേഷനിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് കുണ്ടലിനി ശക്തിയുടെ അനുഗ്രഹമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതുമാത്രമല്ല, നമുക്ക് എല്ലാം സംഭവിക്കും, നല്ലതെല്ലാം നടക്കും. പക്ഷേ അതിന് കുണ്ടലിനി ശക്തിയുടെ അനുഗ്രഹം കിട്ടാനുള്ള യോഗ്യത നമ്മൾ ആദ്യം നേടിയെടുക്കണം. കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആകുന്നു എന്നൊക്കെ പറയുമ്പോഴേ അതിന് ഏറ്റപോലെ നമ്മൾ സാധന ചെയ്യണം. വൈരാഗ്യത്തോടെ സിസ്റ്റമാറ്റിക്കായിട്ട് റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ കുണ്ടലിനി ശക്തിയൊക്കെ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പം മിനിമം 12 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇദ്ദേഹം ഇപ്പം യോഗ ചെയ്തില്ലെങ്കിലും കേസരി മുദ്രയും അതും ഇതുമൊക്കെ ഒന്നും പഠിച്ചില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിലും ആ ഗുരുവിൻ്റെ പുറത്തുള്ള ഭക്തി കൊണ്ട് ഗുരു തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും ഫാസ്റ്റായിട്ട് കുണ്ടലിനി ശക്തി ഉണർന്നു. പക്ഷേ അത് എല്ലാവർക്കും സംഭവിക്കണമെന്ന് ഇല്ല. അപ്പോൾ ആദ്യത്തെ കാര്യം, കുണ്ടലിനി ശക്തി നമ്മുടെ ദേഹത്ത് ഉണരണം എന്നുണ്ടെങ്കിൽ, അത് അവേക്കൻ ആവണം, ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിനുണ്ടായ യോഗ്യതയെ നമ്മൾ നേടിയെടുത്തിരിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇപ്പം ഇദ്ദേഹത്തിന് മെഡിറ്റേഷൻ നല്ല രീതിയിൽ ഇപ്പം പോകുന്നുണ്ട്. അപ്പോൾ ഈ ചുമന്ന ഓറ കാണുന്നുണ്ട്, വെള്ള ലൈറ്റ് കാണുന്നുണ്ട്. അപ്പം നഗാഡിൽ ഇരുന്നുകൊണ്ടേ ഈ സുഖിയിലുള്ള അദ്ദേഹത്തിൻ്റെ കുടിലിനെ കാണാൻ പറ്റുന്നു. അഹക്കണ്ണുകൊണ്ട് ഒരു ഇന്നർ ഐ ഡെവലപ്ഡ് എന്ന് പറഞ്ഞില്ലേ, അഹക്കണ്ണിൽ കാണാൻ പറ്റുന്നു. അതപ്പം മുക്താനന്ദ എന്ത് പറയുന്നു വെച്ചാൽ, ഇപ്പം നമ്മൾ റേഡിയോയിൽ ട്യൂൺ ചെയ്ത് അതായത് ഫ്രീക്വൻസിയിൽ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ അതായത് സ്റ്റേഷൻ കേൾക്കുന്നു. ടി വിയിലും അതായത് ചാനൽ നമ്മൾ മാറ്റി ഇടുമ്പം അതിനേറ്റ പോലെ ആ ചാനൽ നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ നമുക്ക് കുണ്ടലിനി ശക്തി നമ്മുടെ ദേഹത്ത് വർക്കാവണം എന്നുണ്ടെങ്കിൽ അതിനേറ്റ പോലെ നമ്മളുടെ ആ ഫ്രീക്വൻസിക്ക് ഏറ്റ പോലെ നമ്മൾ ട്യൂൺ ഇൻ ആവണം. അപ്പോഴേ നമുക്ക് ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പം അദ്ദേഹത്തിന് ഈ വെള്ള ലൈറ്റ് ചുമന്ന ലൈറ്റ് കാണുന്നതിന് പുറമേ യെല്ലോ ലൈറ്റും കാണുന്നുണ്ട്, ഒരു മഞ്ഞ കളറിലെ ലൈറ്റും കാണുന്നുണ്ട്. ഈ മഞ്ഞ ലൈറ്റ് കാണുമ്പോഴേ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. അതുമാത്രമല്ല, വേഗം മെഡിറ്റേഷന് ഇരിക്കുമ്പോഴേ തന്നെ ഇരുന്ന് കുറച്ച് സമയത്തിൽ തന്നെ ഈ സമാധി സ്റ്റേറ്റിലോട്ട് പോകുന്നു. സമാധി സ്റ്റേറ്റാണ് ലാസ്റ്റ് സ്റ്റേറ്റ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 8ാമത്തെ സ്റ്റേറ്റാണ്, 8ാമത്തെ സ്ഥിതിയാണ് സമാധി. ധ്യാനം അടുത്തത് സമാധിയാണ്. അപ്പം ധ്യാനം ആഴമായിട്ട് പോകുമ്പോഴാണ് നമ്മൾ സമാധി സ്റ്റേറ്റിൽ പോകുന്നത്. ഇപ്പം ചിലർക്ക് ഒരു സംശയം വരാം, സമാധിക്കും ഉറങ്ങുന്നതിനും എന്തുവാ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുവാ? സമാധി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് എങ്ങനെ? അതായത് സമാധിയും ഉറക്കവും രണ്ടും വളരെ വ്യത്യസ്തമായ സ്റ്റേജസ് ആണ് നമ്മുടെ ലൈഫിൽ. ഈ സമാധി എന്ന് പറഞ്ഞാൽ നമ്മളെ മറക്കാണ്ട് വെച്ചാൽ നമുക്ക് 100% ബോധമുണ്ട്, പക്ഷേ നമ്മൾ കണ്ണടച്ചങ്ങ് ഇരിക്കുക. അതായത് നമ്മളുടെ ഞാൻ ഇത് നോക്കുവാണ്, ഞാൻ ഇത് കാണുവാണ്, എനിക്കിപ്പോൾ ഈ മഞ്ഞ ലൈറ്റ് കാണുന്നു, ഈ വെള്ള ലൈറ്റ് കാണുന്നു, ഹിമാലയത്തിൻ്റെ പർവ്വതങ്ങളിലെല്ലാം എനിക്ക് കാണാൻ പറ്റുന്നു എന്ന് അത് ബോധപൂർവം ഇരുന്ന് കാണുമ്പം അത്രയും ആഴത്തിൽ പോകുന്നതാണ് സമാധി. ഉറക്കമെന്ന് പറയുമ്പോൾ എന്തുവാ? നമുക്ക് ബോധമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, അതിലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. പക്ഷേ അതിൽ ബോധം നമുക്കില്ലാതെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്.
അപ്പം സമാധി സ്റ്റേറ്റിനും ഉറക്കത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഉറങ്ങുന്നു, എല്ലാ ദിവസവും എല്ലാ രാത്രിയും എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ നമ്മളെല്ലാം സാധകരുകളല്ല. അപ്പോൾ നമ്മളെല്ലാം സമാധിയിലല്ല പോയി ഉറങ്ങുന്നത്. സമാധി സ്റ്റേറ്റിൽ പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരുന്ന് ധ്യാനം ചെയ്ത് അങ്ങേ അറ്റത്തെ സ്റ്റേജിൽ നമുക്കേ അറിയാം ഇതൊക്കെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെ ബോധപൂർവം ഇരിക്കുമ്പം നമ്മളെ അറിയാണ്ടങ്ങ് നമ്മുടെ മനസ്സങ്ങ് പോവും. അതാണ് സമാധി സ്റ്റേറ്റ്. അപ്പം ഇദ്ദേഹം അങ്ങനെ സമാധി സ്റ്റേറ്റിലോട്ട് പോന്നു. മെഡിറ്റേഷൻ്റെ സമയം കൂട്ടി വരുന്നുണ്ട്. ദേഹം വളരെ മെലിഞ്ഞിരിക്കുന്നു. അതേ അളവ് കഴിക്കുന്നു, പക്ഷേ ദേഹം വളരെ മെലിഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് വെളിക്കിറങ്ങുന്നത് വളരെ കുറവാണ്. അത് ഭയങ്കര കട്ടിക്കാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് സ്മെല്ലില്ല. എൻ്റെ വിയർപ്പിനും സ്മെല്ലില്ല. ദേഹം വളരെ ലൈറ്റാവുന്നു, അതേസമയത്ത് എനർജറ്റിക് ആവുന്നു. അതുകൊണ്ട് തന്ത്ര സ്റ്റേറ്റിലൊക്കെ വരുമ്പം, തന്ത്രലോകത്ത് പോകുമ്പം, തന്ത്രലോകം എന്ന് പറയുന്നത് വേറെ ലോകത്ത് നിന്നല്ല പോകുന്നത്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് മെഡിറ്റേഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹം വളഞ്ഞ് കൊടുക്കുന്നല്ലോ, പല മുദ്രകളെല്ലാം ഇടുന്നല്ലോ. അതാണ് തന്ത്രലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ തന്ത്ര സ്റ്റേറ്റിൽ പോകുമ്പം ഡാൻസ് കളിക്കാൻ തോന്നുന്നു, ആടാൻ തോന്നുന്നു, പാടാൻ തോന്നുന്നു. അത് ഈ പരമാനന്ദത്തിലുള്ളപ്പം തോന്നുന്നതാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഇപ്പം എളുപ്പം ചെയ്യാൻ പറ്റുന്നു. എന്നുവെച്ചാൽ ദേഹം വളരെ ലൈറ്റായിപ്പോയി. പിന്നെ ഇനിയൊരു കാര്യം, അദ്ദേഹം ഈ പത്മാസനത്തിൽ 3 മണിക്കൂർ അനങ്ങാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയതാണ്. ആസനസിദ്ധി, വാക്ശുദ്ധി, ആസനസിദ്ധി. ആസനസിദ്ധി എന്ന് പറയുന്നത് എന്തുവാ? ആസനത്തിൽ, അതായത് നമ്മൾ പദ്മാസനത്തിൽ ഇരിക്കുമ്പം ഇങ്ങനെ 3 മണിക്കൂർ അനങ്ങാതെ ഒറ്റ ഇരിപ്പിരുന്നാൽ അതിൻ്റെ പേരാണ് ആസനസിദ്ധി. ആസനം സിദ്ധിയാവുന്നു എന്ന് പറയുന്നത്. 2.5 മണി തൊട്ട് 2.5 മണിക്കൂറിലിരുന്ന് 3 മണിക്കൂർ അനങ്ങാതിരിക്കാൻ പഠിക്കണം. അതിൽ ഈ ആസനസിദ്ധി കിട്ടുമ്പം ഉള്ള ഇതെന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ഈ 72,000 നാഡികളും ശുദ്ധീകരിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഈ മെഡിറ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പം നാക്ക് വെളി വന്ന് നെഞ്ചിനെ തൊടുന്നു. ചിലപ്പോൾ നാക്ക് ഉള്ളിൽ കയറി അണ്ണാക്കിൽ തൊടുന്നു. അപ്പം ഇദ്ദേഹത്തിന് മെഡിറ്റേഷനിൽ ഒരു ദിവസം ഒരു ഷേപ്പ് വന്നു. ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രൂപം പോലെ ഒന്ന് വന്നു. ആ ഷേപ്പ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു പോലും, നിൻ്റെ നാക്ക് നെഞ്ചിനെ തൊട്ടാൽ അനാഹത ചക്രം ആക്ടിവേറ്റ് ആകുന്നു എന്നർത്ഥം. നിൻ്റെ നാക്ക് വായുടെ ഉള്ളിൽ അണ്ണാക്കിനെ തൊട്ടാൽ അതിന് പേര് കേസരി മുദ്ര. ഈ കേസരി മുദ്ര ഇടുമ്പം നിനക്ക് സുഷുമ്നാ നാഡി വഴി എനർജി മേളിൽ പോന്നു, സഹസ്രാരം തുറക്കാനുള്ള വഴിയാവുന്നു. അങ്ങനെ ഓരോ സ്റ്റേജിലും നീ ഉയർന്ന തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ കേസരി മുദ്രയും ഞാൻ പറഞ്ഞില്ലേ, വാസിയോഗത്തിൽ കേസരി മുദ്ര എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മുദ്രയാണ്. അപ്പം അനാഹത ചക്രം തുറക്കണം. അപ്പോഴേ ഈ സ്നേഹം എന്നുള്ളത് അനുകമ്പം, സ്നേഹം, ദയ, ഇതെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഇതെല്ലാം വരേണ്ടത് ഈ അനാഹത ചക്രത്തിൽ നിന്നാണ്. സോ ഇദ്ദേഹത്തിന് ഓരോ ചക്രമായിട്ട് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതിൽ അദ്ദേഹം നേരത്തെയും പറഞ്ഞ ഇവിടെയും പറയുന്നുണ്ട്, ഓരോ ചക്ര ആക്ടിവേറ്റ് ആകുന്നത് ആ ചക്രായ്ക്കുള്ള ദൈവങ്ങളെല്ലാം ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. അപ്പോൾ ആ ചക്രാസിലൊക്കെ ലേശം ഒരു വേദനയൊക്കെ വരുന്നുണ്ട്. ഓരോ ചക്രയിലും ഓരോ ഡേറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ആ ചക്രയുടെ വീഡിയോയിൽ പോയി കേട്ടാൽ മതി. ഞാൻ വിവരമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ കേസരി മുദ്രയിലെ അകത്ത് പോകുമ്പം നിൻ്റെ സുഷുമ്നാ നാഡി തുറക്കുന്നു. അതുവഴി കുണ്ടലിനി ശക്തി സഹസ്രാരം ഓപ്പൺ ആവുന്നു.
സഹസ്രാരം എന്ന് പറയുന്നത് 1000 ഇതഴുള്ള താമരയുടെ കൂട്ടാണ് ആ ചക്രത്തിനെ വിവരിക്കുന്നത്. അപ്പം ഏറ്റവും ഉയർന്ന തലത്തിൽ ഉച്ചിയിലുള്ള ചക്രമാണ് ഈ സഹസ്രാര ചക്രം. ഈ സഹസ്രാര ചക്രത്തിൽ ആണ് ഈ 1000 ഇതഴുള്ള താമരയുടെ നടുക്ക് ശിവൻ സദാശിവനായിട്ടിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ ധ്യാനിക്കുന്ന സദാശിവനോട് പോയി ചേരുന്ന വഴിയാണ് ഈ കുണ്ടലിനി സുഷുമ്നാ നാഡി വഴി മേളിൽ കയറി പോകുന്നത്. അപ്പോൾ ഓരോ ഗ്രന്ഥിയെല്ലാം ഉടച്ച് പൊട്ടിച്ച് ഓരോ ചക്ര വഴി പോകുമ്പോൾ അതാത് ചക്രാസിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് മേളി കയറിപ്പോയി ശിവൻ്റെ കൂടെ ഐക്യമാകുന്നത്. ഇതാണ് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ലളിതാ സഹസ്രനാമത്തിൽ വരുന്നതാണ് ഓം ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബികേ അന്ന് പറയുന്നത്. അതുപോലെ ചക്രദള പത്മസ്ഥ സർവവർണോപശോഭിത. അപ്പം സഹസ്രദളത്തിൽ പോയി ശിവൻ്റെ കൂടെ ചേരുമ്പം ദേവിക്ക് എവിടെയും പറയാനില്ലാത്ത അത്രയ്ക്ക് പല പല വർണ്ണങ്ങളിലാണ് ജ്വലിക്കുന്നത് ദേവി. അതുമാത്രമല്ല, അവിടെ പോകുമ്പം സുധാ സാരാഭിവർഷണി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ നെക്ടർ തേൻ കുടിച്ച് മത്തളകി നിൽക്കുവാണ്. അത്രയ്ക്ക് സുഖമുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ സ്റ്റഡിയായിട്ട് അദ്ദേഹത്തിന് ആഴത്തിലോട്ട് പോവുകയാണ് ധ്യാനത്തിൽ. അപ്പം ഗുരുവിൻ്റെ ഗ്രേസ് കൊണ്ട് കുണ്ടലിനി ശക്തി ആക്ടിവേറ്റായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നു. അതുമാത്രമല്ല, ഈ 3 മണിക്കൂർ ആസനസിദ്ധി കിട്ടുമ്പം ഫസ്റ്റ് കാര്യം നടക്കുന്നത് കുണ്ടലിനി ശക്തി നമ്മുടെ ദേഹത്ത് ആ 72,000 നാഡികളെയും ശുദ്ധീകരിക്കും. ഈ 72,000 നാഡികളും ശുദ്ധമായാൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ എന്നാണ് സ്വാമി മുക്താനന്ദ അവകാശപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഈ നാഡികളിലുള്ള അഴുക്കുകളെല്ലാം മാറണം, ഈ ചക്രാസിലുള്ള അഴുക്കുകളെല്ലാം മാറണം, ബ്ലോക്സ് എല്ലാം മാറ്റണം, പ്രാണൻ ഫ്രീ ആയിട്ട് ഓടണം. അപ്പോഴേ നമുക്ക് ഫർദറായിട്ട് ഒരു മുന്നേറ്റം കാണത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ ദേഹത്ത് സ്മെല്ലടിക്കുമ്പം വെറും പൗഡർ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് മുഖത്തോ കുറേ സൊല്യൂഷനൊക്കെ ഇട്ട് പൂശിക്കൊണ്ടിരുന്നാൽ അത് മതിയോ? ആ നാറ്റം മാറുമോ? അല്ലെങ്കിൽ ഒരു വാടയടിക്കുന്ന ഒരു റൂമിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ ഒക്കുമോ? അതുപോലെയാണ് ഈ ദേഹം. ഈ ദേഹത്ത് ഈ അഴുക്കുകളും ബ്ലോക്കുകളും ഉണ്ടെങ്കിൽ കുണ്ടലിനി ശക്തിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ കാര്യം കുണ്ടലിനി ശക്തി ഉണരുമ്പം ചെയ്യുന്നതാണ് ഈ നാഡികളെല്ലാം ശുദ്ധം ചെയ്യുന്നത്. അതാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ദേഹമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് ദേഹം ഉണ്ടെങ്കിലേ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയാൻ ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ദേഹമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അതിനെ നമ്മൾ അപ്പോൾ ദേഹത്തിനെ കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം ഞാനും ദിവസം ചെയ്യുന്നുണ്ട്, നാഡിശുദ്ധി പ്രാണായാമമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നാഡിശുദ്ധി ചെയ്യുന്ന എന്തിനാ? ഈ ഇടകല, പിങ്കല, സുഷുമ്നാ നാഡി ഒക്കെ അതിലുള്ള ബ്ലോക്കൊക്കെ മാറ്റാനാണ്, അതിനെ ശുദ്ധീകരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 നാഡിയും ശുദ്ധീകരിക്കപ്പെട്ടാൽ ബാക്കി നാഡികളെല്ലാം കുറേശ്ശെ തന്നെത്താനെ ശരിയാകും. പക്ഷേ ഇപ്പം ഞാൻ ഒരു 5 നിമിഷം നാഡിശുദ്ധി ചെയ്യുന്നു, ഒരു 15 നിമിഷം പ്രാണായാമം ചെയ്യുന്നു, ക്രിയായോഗ ചെയ്യുന്നു. ഇതുകൊണ്ടൊക്കെ നമുക്ക് കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആകുകയില്ല. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തുടർന്ന് വളരെ സിൻസിയറായിട്ട് 12 വർഷം, കുറഞ്ഞത് 12 വർഷം ചെയ്യണം. അപ്പോഴേ നമുക്കൊക്കെ ആ കുണ്ടലിനി ശക്തി എണീക്കത്തുള്ളൂ. ഇപ്പം ഇദ്ദേഹത്തിന് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ കടാക്ഷമുണ്ട്, ദേവിയുടെയും അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദേവി അവിടെ ദേഹത്ത് കയറി ഇത്രയൊക്കെ നടത്തുന്നത്. ദേവിയുടെ മനസ്സില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലയോ? അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹവും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കത്തില്ല.
എന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത്. അപ്പം ഇത് എന്തുവാ, പിന്നെ ഇദ്ദേഹത്തിന് ദേഹം ഭയങ്കര ചൂടാവുക, അത് നമുക്ക് നടക്കും. അതായത് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ, സാധനകൾ ചെയ്യുമ്പം ദേഹം ചൂടാകും. അത് സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 6-7 പ്രാവശ്യം കുളിക്കുമെന്ന്. എന്നുവെച്ചാൽ ബോഡി അത്രയും ഹീറ്റാവും. അപ്പം ഇദ്ദേഹത്തിന് വെള്ളം നിറഞ്ഞ് ഒരു തടാകത്തിൽ പോയി നിന്നാലും, ഒരു കുളത്തിൽ പോയി നിന്നാൽ കൂടെ ആ ദേഹത്തിൻ്റെ ചൂട് മാറുന്നില്ല. ഈ ചോറൊക്കെ കഴിക്കുന്നത് നിർത്തി കഞ്ഞിവെള്ളം കുടിക്കാൻ തുടങ്ങി. വായിൽ നിന്നൊക്കെ കഫം വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ദേഹത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഉള്ളപ്പം ഒരു ദിവസം ഇദ്ദേഹത്തിന് ഗണേഷ്പുരിയിൽ ഇരുന്ന് ഭഗവാൻ നിത്യാനന്ദയുടെ ഒരു സന്ദേശം കിട്ടുന്നു. അതായത് ഇയോലയിലുള്ള ആൾക്കാരൊക്കെ ഭഗവാൻ നിത്യാനന്ദ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു. കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ, ഇപ്പം മുക്താനന്ദ ഇവിടെ ഇല്ല, മുക്താനന്ദ തൻ്റെ കുടിലിനെയൊക്കെ തുറന്നിട്ടിട്ട് അങ്ങനെ പോയി, ഇപ്പം വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നൊക്കെ എല്ലാവരും പോയി ഭഗവാൻ നിത്യാനന്ദയുടെ അടുത്ത് പറയുന്നു. ഭഗവാൻ നിത്യാനന്ദയ്ക്ക് ഒരാളും പോയി പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് എല്ലാം അറിയാം. A to Z തൻ്റെ ശിഷ്യൻ എന്തുവാ ചെയ്യുന്നതെന്നുള്ളത് ഈ ഇരുന്ന സ്ഥലത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും അവിടുത്തെ ആൾക്കാർക്കുള്ള മനസ്സിൻ്റെ ഒരു ആതങ്കം, ഒരു മനപ്രയാസം പോയി പറഞ്ഞു. അങ്ങനെ അപ്പം അതുമാത്രമല്ല, അപ്പം നിൻ്റെ സാധനയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നിൻ്റെ എക്സ്പീരിയൻസൊക്കെ സത്യസന്ധമായിട്ട് പോകുന്നുണ്ട്, സത്യസന്ധമാണ് അതെല്ലാം, അതുകൊണ്ട് ഇനി കുറച്ചുകൂടെ ധൈര്യത്തോടെ നീ ചെയ് എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അതുമാത്രമല്ല, ഇനിയൊരു മെസ്സേജ് ശ്രീ നാരായണ സെൻഡോ എന്നുള്ള ഒരു ഭക്തൻ മുഖാന്തരം ഗുരുദേവ് ഒരു കാര്യം പറഞ്ഞു വിടുന്നു. അതായത് ഈ നാരായണ സെൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നല്ല മണമുള്ള ഒരു വാസന ദ്രവ്യം, ഒരു മണമുള്ള ഒരു സെൻറ്റ് എന്ന് വെച്ചോണ്ടവേ ഒരു പെർഫ്യൂം കൊണ്ടുപോയി ഭഗവാൻ നിത്യാനന്ദയ്ക്ക് കൊടുക്കുന്നു. അപ്പം നിത്യാനന്ദ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ട, ആ സ്ഥലത്തുള്ള ആ നഗാതിലുള്ള മുക്താനന്ദയ്ക്ക് കൊണ്ടുകൊടു എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു കൊടുത്തു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഗുരുവിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണല്ലോ എന്ന് പറഞ്ഞ് ആ പെർഫ്യൂം എടുത്ത് ദേഹമെല്ലാം പൂശുന്നു. അപ്പോൾ നിത്യാനന്ദയെക്കുറിച്ച് ഇവരൊക്കെ രണ്ടുപേരും നല്ല ഒരുപാട് സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം അടുത്ത ദിവസം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ ഭഗവാൻ നിത്യാനന്ദ മെഡിറ്റേഷനിൽ വന്ന് അതേപോലെ ഇനിയൊരു ബോട്ടിൽ, സുഗന്ധം നിറഞ്ഞ ഒരു സെൻറ്റ് ബോട്ടിൽ കൊടുത്തിട്ട് പറയുക, നിനക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം ദേഹത്ത് ഒരുപാട് ഉഷ്ണം വരും, അതുകൊണ്ട് നീ ദിവസവും ഈ സെൻറ്റ് പൂശണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിൽ അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ദിവസവും വളരെ സന്തോഷത്തോടെ മെഡിറ്റേഷൻ ചെയ്യുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഇത് തന്നെയാണ് ജോലി. പിന്നെ അദ്ദേഹം കുറേ ബുക്സുകൾ വായിക്കാൻ പഠിച്ചു. അതാണ് ഞാനും പറയുന്നത്, നമ്മൾ ബുക്സുകൾ വായിക്കണം. ഇപ്പം ഒരുപാട് പേർക്ക് ബുക്കുകളൊക്കെ ഇതെല്ലാം ഇംഗ്ലീഷിലുണ്ട്. ഒരുപാട് പേർക്ക് ബുക്കുകളൊക്കെ വാങ്ങിക്കാനും അത് വാങ്ങിച്ചാൽ വായിക്കാനും സമയമില്ല, കാശില്ല, മനസ്സിലാവുന്നില്ല എന്ന് പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഞാൻ മെനക്കെട്ട് ചെയ്യുന്നത്. ഇതും ഞാനൊരു സോഷ്യൽ സർവീസായിട്ടാണ് തന്നെ ചെയ്യുന്നത്. എത്ര പേർക്ക് ഇത് എത്തിച്ചേരാൻ പറ്റുമോ അത്രയും പേർക്ക് ഇത് എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ കൂട്ട് വേവ് ലെങ്ത്തുള്ള, അതായത് ഈ മുക്തി നേടാനുള്ള ആഗ്രഹമുള്ളവർക്കെല്ലാം എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക. എത്ര പേര് കാണുന്നു അത്രയും പേർക്ക് നല്ലത് വരട്ടെ എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം ഒരു ബുക്കിൽ വായിച്ചെന്ന്, യോഗികൾക്കെല്ലാം എപ്പോഴുമേ ഈ മണമുള്ള വാസന ഉള്ള പൂക്കളുടെ മാല എപ്പോഴും കഴുത്തിൽ കിടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ചൂടിനെ തണിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ആലോചിച്ച് നോക്കി, നമ്മുടെ ഹിന്ദു കസ്റ്റത്തിലെ, ഇന്ത്യൻ കസ്റ്റത്തിലെ തന്നെ നമ്മൾ ആളുകൾ വലിയവരെ കാണാൻ പോകുമ്പം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പം നമ്മൾ മണമുള്ള പൂക്കളാണല്ലോ കൊണ്ടുപോകുന്നത്.
വലിയ യോഗി മഹാന്കളെല്ലാം കാണുമ്പം നമ്മൾ മണമുള്ള പൂക്കൾ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം അതാണ്. കാലിൽ കയ്യിലൊക്കെ ചന്ദനം തടവി കൊടുക്കും. പാദപൂജ ചെയ്യുമ്പം കാല് കഴുകിയിട്ട് ചന്ദനം തടവുന്നു. ഇത് ചന്ദനം എന്ന് പറയുന്നത് കുളിർമയാണ്. ചന്ദനം നമ്മുടെ ദേഹത്തിലുള്ള ചൂട്ടിനെ തണിക്കും. ഈ വെയിൽ കാലത്തെ ഇങ്ങനെ ചുടുകുരു വരുമ്പം ഒറിജിനൽ ചന്ദനം, നല്ല ചന്ദനം അരച്ച് ഇങ്ങനെ ഇട്ടാൽ മതി, ഉടനെ അത് മാറും. അപ്പം ഈ വാസനദ്രവ്യങ്ങൾ, വാസന ഉള്ള പൂക്കൾ, ഈ ചന്ദനമൊക്കെ നമ്മൾ വലിയവരെ കാണാൻ പോകുമ്പം കൊണ്ടുപോകുന്നതിന് ഇതാണ് അർത്ഥം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുമാത്രമല്ല, ഇപ്പം മെഡിറ്റേഷൻ ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വരിക ഡേ ബൈ ഡേ. അപ്പം അദ്ദേഹത്തിന് മഞ്ഞ കളർ ലൈറ്റ് കാണുന്നു, പിന്നെ നീല കളർ ലൈറ്റ് കാണുന്നു. ഉറക്കത്തിലെ മെഡിറ്റേഷനിലെ ഉറങ്ങുന്ന പോലെയുള്ള ഒരു തോന്നൽ വരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് നടക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു സിൽവർ കാർഡ് എന്ന് വെച്ചാൽ സിൽവറിൽ ചെയ്ത പോലെ വളരെ തിന്നായിട്ടുള്ള ഒരു കാർഡ് എവിടെ മൂലാധാരത്തിൽ നിന്ന് ഹാർട്ട് വരെ പോകുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. ഇതൊക്കെ സുഷുമ്ന നാഡിയാണ് ഈ സിൽവർ കാർഡ്. പക്ഷേ നമുക്ക് നമ്മളുടെ ഈ 2 കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് വെച്ചാൽ സുഷുമ്ന നാഡി ഈ നമ്മുടെ നട്ടെല്ലിൻ്റെ നടുക്ക് പോകുന്നു എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല, ആസ്ട്രൽ ബോഡിയിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം. ഓക്കെ, അപ്പോൾ ആസ്ട്രൽ ബോഡിയെ നമുക്ക് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ 3ാമത്തെ കണ്ണ് തുറന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതാണ് ഇന്നർ ഐ എന്ന് പറയുന്നത്. അപ്പം ഓരോ ചക്രയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതെല്ലാം അറിയുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ദേഹത്തിനകത്തുള്ള സിസ്റ്റം, അതായത് രക്തം, സർക്കുലേറ്ററി സിസ്റ്റം, രക്തം ഓടുന്നത്, ശ്വസിക്കുന്നത്, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അകത്തുള്ളതെല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. ഈ സ്ഥൂല ശരീരത്തിലുള്ളതും സൂക്ഷ്മ ശരീരത്തിലുള്ളതും എല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആജ്ഞാചക്ര ആക്ടിവേറ്റായി, 3ാം കണ്ണ് തുറന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ എല്ലാ 72,000 നാഡികളും തിളങ്ങുന്നത് അങ്ങേർക്ക് കാണാൻ പറ്റുന്നു വളരെ ക്ലിയറായിട്ട്. അതേമാതിരി all the nadis so could see them clearly, could also see the divine power. കുണ്ടലിനി ദേവിയുടെ ആ ഡിവൈൻ പവർ നല്ല പോലെ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല, ഉണരാനും പറ്റുന്നു, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നു, അനുഭവിക്കാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ. പിന്നെ അതേമാതിരി പ്രാണൻ 72,000 നാഡികളിലും ഓടുന്നത് കാണാൻ പറ്റുന്നു. ചുവന്ന ലൈറ്റ്, വെള്ള ലൈറ്റ് കാണുന്നു. ഒരുപാട് വേറെ വേറെ ലോഹങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ പറ്റുന്നു. ഒരുപാട് ശിവലിംഗങ്ങളും ദൈവങ്ങളും എല്ലാം ഓരോ ദൃശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ വൈറ്റ് ലൈറ്റ്, വെള്ള ലൈറ്റ് വരുമ്പം വേൾഡ് മൊത്തം കാണാൻ പറ്റുന്നു. ലോകം മൊത്തം ഈ പ്രപഞ്ചം മൊത്തം കാണാൻ പറ്റുന്നു. ഒരുപാട് നല്ല പാമ്പും വലിയ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പാമ്പുകളെല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു മെഡിറ്റേഷനിൽ. നേരത്തെ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലയോ, മെഡിറ്റേഷനിൽ പാമ്പിനെ കാണുന്നതും അല്ലെങ്കിൽ പാമ്പ് നമ്മളെ കൊത്തുന്നത് പോലെ കാണുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പകൽ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യാത്ത സമയത്ത് ഇതിരുന്ന് അദ്ദേഹത്തിന് വന്ന ഈ ദൃശ്യങ്ങളെല്ലാം ഓരോന്നായിട്ട് മനസ്സിൽ കൊണ്ടുവന്ന് കണ്ട് രസിക്കും. പിന്നെ ഇദ്ദേഹം വെൻ ത്രൂ ഓൾ മൈ എക്സ്പീരിയൻസസ് സ്റ്റോപ്ഡ് ലെസ്. ഇദ്ദേഹം ഒരു വർത്തമാനം പറയുന്നതെല്ലാം വളരെ കുറച്ചു. ഒരുപാട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ആളുകൾക്ക് ദർശനം കൊടുക്കുന്നതെല്ലാം കുറച്ചു. എന്താണെന്ന് വെച്ചാൽ ആളുകൾ വരുന്നു, സംസാരിക്കുന്നു, ഇദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പം 11 മണിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നു, ആളുകൾ 10:30 വരുന്നു. വന്നവരെ ഉടനെ പോകുന്നു, 12, 1 മണി വരെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 11 മണിക്കുള്ള മെഡിറ്റേഷൻ മുടങ്ങിയോ? അങ്ങനെയൊക്കെ മുടങ്ങിപ്പോയാൽ പിന്നെ ആ മെഡിറ്റേഷൻ ഡീപ്പായിട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം ആളുകളെ കാണുന്നതെല്ലാം കുറച്ചു. വിസിറ്റേഴ്സിനെ ഒന്നും അലൗ ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ
എന്തുവാ ആളുകളെ കാണുന്നത് കുറച്ചു, ഇല്ല, അതെല്ലാം നിർത്തി, സംസാരമേ നിർത്തി. അങ്ങനെ ഉൾമുഖമായിട്ട് സംസാരിക്കാതെ ഉൾമുഖമായിട്ട് ഇരുന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തനിച്ചിരിക്കണം, ധ്യാനം ചെയ്യണം, സൈലൻസിലിരിക്കണം എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എൻ്റെ വീഡിയോകൾ ഇതിന് മുമ്പേ ഉള്ള ഈ ബുക്ക് റിവ്യൂ എല്ലാം തുടങ്ങുന്നതിന് മുമ്പേ ഇട്ടിട്ടുള്ള വീഡിയോകളെല്ലാം കണ്ടാൽ മതി. അത് കറക്റ്റായിട്ട് കൃത്യം 100% പാലിച്ചാൽ മതി, മുക്തി കിട്ടുന്നത് ഉറപ്പാണ്. ഇതിന് മേലെ പുതിയതായിട്ട് വലുതായിട്ടൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ പറയേണ്ടിയതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ആ വീഡിയോസ് എല്ലാം ഇട്ട് കാണുക. അതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ദിവസവും പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാനും അതേ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. എനിക്കൊന്നും അങ്ങേ അറ്റത്തെ സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എനിക്കും ദേഷ്യം വരും, ഞാനും വഴക്കിടും, ഞാനും ചിലപ്പം മനപ്രയാസത്തോടെ ഇരിക്കും. ചിലതൊക്കെ നടക്കുമ്പോൾ നമുക്ക് പ്രയാസം കാണും, ചിലപ്പോൾ സന്തോഷം കാണും. നമ്മളൊക്കെ ഒരു ശരാശരി ഒരു മനുഷ്യനാണ്. പക്ഷേ മറ്റവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ഷെയ്ഡ് ബെറ്ററാണ്. ഇങ്ങനെ ഒരു ഷെയ്ഡ് ബെറ്റർ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മുക്തി നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് മുക്തി എന്ന് വെച്ചാൽ കിലോ എത്ര വില എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. അവരോടൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭേദം, അത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ മെഡിറ്റേഷൻ മുന്നോട്ട് പോകുന്നു. ഹാർട്ട്, നെഞ്ചത്ത് ലോട്ടസ് കാണുന്നു. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് വന്ന് പോകുന്നു. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വേറെ ഇന്ദ്രലോകത്ത് പോകുന്നതും ബ്ലൂ ലൈറ്റ് കാണുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇനിയും വരാൻ പോകുന്ന വീഡിയോസിലും നമ്മൾ കേൾക്കുമ്പം വീഡിയോസ് കാണുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളുടെ കൂട്ട് സെയിം ഫ്രീക്വൻസി ഉള്ളവർക്കൊക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന്, അറിഞ്ഞവർക്കെല്ലാം ഈ വീഡിയോസ് അയക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോഴായിരിക്കും ഒരു ഉത്സാഹം വരുന്നത്. നമുക്കും അപ്പം ചെയ്യാമല്ലോ, ധ്യാനം ചെയ്യാം, ധ്യാനത്തിൽ ഇരുന്ന് നോക്കാം എന്ന ഒരു മോട്ടിവേഷൻ കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ പാടുപെട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും നല്ലത് ഭവിച്ചിടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.